എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം പണ്ടത്തെ എൻ്റെ ക്യാരക്ടർ എന്തായിരുന്നു എന്നുള്ളത്. പണ്ട് ഞാൻ ഓരോ സാധനത്തിനെ എങ്ങനെ നോക്കിക്കണ്ടെന്നുള്ളത്, ഞാൻ ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളത്, ഓരോ സ്ഥലത്ത് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്തെന്നുള്ളതൊക്കെ ഇപ്പോഴത്തെ ഞാനും ആ സമയത്തുള്ള ഞാനും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് ആ സമയത്ത് എനിക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല, ഒരു സദസ്സിൽ എങ്ങനെ പെരുമാറണം എന്നറിയില്ല, ഒരു സ്ഥലത്ത് പോലെ എന്ത് സംസാരിക്കണം എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരുന്നു. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബിഹേവിയറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒറ്റ ചേഞ്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഹാബിറ്റ്, ആ ഒരൊറ്റ ഹാബിറ്റാണ് ആ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. സോ ആ ഹാബിറ്റ് എന്താണെന്നുള്ളതാണ്, ആ ബിഹേവിയർ എന്താണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാൻ പോകുന്നത്. സോ നിങ്ങളിവിടെ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിഷാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ സംസാരിക്കുന്നുണ്ടാവുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ബിഗിൻ. സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ പല സിറ്റുവേഷൻസിലും സ്റ്റക്കായി പോകുന്നതും പല സ്ഥലത്ത് എങ്ങനെ സംസാരിക്കണം എന്നറിയാത്തതൊക്കെ എനിക്കുള്ളിലുണ്ടായിരുന്ന പേടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ തെറ്റിപ്പോവും, ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ മറന്നു പോകും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാൽ അത് വേറെ രീതിയിലാണ് ഉണ്ടാവുക, എനിക്കതിനെ പറ്റി കറക്റ്റ് അറിയോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളായിരുന്നു ആക്ച്വലി ആ സമയങ്ങളിൽ എന്നെ സ്റ്റക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാണ്ട് ഞാൻ സ്റ്റോപ്പായി പോയത് ഈ ഒരു സിറ്റുവേഷനായിരുന്നു. സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുണ്ടായ ഒരു സംഭവം എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റാണ്. അതായത് ഞാൻ ഈ ഒരു ഏജിൽ നിന്ന് മാറി വരുന്ന സമയത്ത് എൻ്റെ വല്യമ്മൻ്റെ അനിയനുണ്ട്. അദ്ദേഹത്തിൻ്റെ 2 മക്കളും, ഇതിലൊരാൾ സയൻറ്റിസ്റ്റാണ്, മറ്റേ ആൾ ആ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫാമിലിയിൽ ഇത്രയും പഠിച്ച് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർ വേറെ ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ കാഷ്വൽ ടോക്കിൽ ഉമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പം മുതലേ ആ 2 മക്കൾക്ക് എന്തൊരു ചെറിയ കാര്യങ്ങൾ വന്നാലും എന്ത് സംശയങ്ങൾ ചോദിച്ചാലും, ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ ഫാമിലിയിൽ ആരെങ്കിലും അതെന്താ വെച്ചാൽ ഒന്നുമില്ലടാ ഇങ്ങനെ പറഞ്ഞ് ഒഴിവാക്കുന്നതിന് പകരം ആ കുട്ടികൾ, ആ 2 ആൾക്കാരെ പാരൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്ത് ചോദിച്ചാലും അത് സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അതെന്താ വെച്ചാൽ അതെന്താണ്, അതെന്തിനാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് സംശയങ്ങളില്ല. ഇങ്ങനെ സംശയങ്ങളില്ലാണ്ടാകുമ്പോൾ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അല്ലെങ്കിൽ ബാക്കി സ്ഥലങ്ങളിൽ സംസാരിക്കാനൊന്നും ഒരു കൺഫ്യൂഷൻസോ പേടിയോ ഉണ്ടാവില്ല. ഇത് ശരിക്കും സ്ട്രൈക്ക് ചെയ്തു. അതായത് എനിക്ക് പല സംശയങ്ങളും പല ഡൗട്ടുകളും ഉണ്ടായതിനെ കൊണ്ടാണ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ സ്റ്റോപ്പായി പോയിട്ടുള്ളത്. സോ ആ ഒരു സംഭവം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നൊരു ഹാബിറ്റാണ്, എന്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോഴും എന്തൊരു കാര്യം ഞാൻ എവിടെ കണ്ടാലോ എന്തെങ്കിലും എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഉടനടി ഞാനത് ക്ലിയർ ചെയ്തിരിക്കും. അതായത് എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ഗൂഗിളിൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേം അല്ലെങ്കിൽ ഒരു വേർഡ് കിട്ടില്ലെങ്കിൽ അപ്പം ഞാൻ ആ വേർഡ് എന്താ നോക്കും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള സംഭവം കണ്ട് പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഓക്കെ കഴിഞ്ഞു അത് നെഗ്ലക്റ്റ് ആക്കി വിടും. പക്ഷേ എൻ്റെ ലൈഫിൽ ഞാൻ ബിൽഡ് ചെയ്തൊരു ഹാബിറ്റ് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ക്യൂരിയസ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും സാധനം ഞാൻ കണ്ടു കഴിഞ്ഞാൽ, എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഒന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും നേരത്തെ പോയിട്ട് ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ChatGPT വന്ന് പണ്ട് ഗൂഗിളിലോ വിക്കിപീഡിയയിലോ കയറി ഞാൻ നോക്കും എന്താണ് ആ സാധനം, അതിൻ്റെ യൂസ് എന്താണ്, അതെന്താണ് കാര്യം, ഇതെന്താണ് കാര്യം, അത് കറക്റ്റ് ഞാൻ മനസ്സിലാക്കും. ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ബിഹേവിയർ, ഈ ഒരു ക്യാരക്ടറിൻ്റെ ലൈഫിൽ ബിൽഡ് ചെയ്ത സമയത്ത് പല കാര്യങ്ങളും എനിക്ക് ക്ലിയർ ആവാൻ തുടങ്ങി, പല കാര്യങ്ങളും എനിക്കൊരു വ്യക്തത ഉണ്ടാവാൻ തുടങ്ങി. ഇത് ഉണ്ടായതിന് ശേഷമാണ് എനിക്ക് പല സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പറ്റുന്നത്. പല സ്ഥലങ്ങളിലും നമുക്ക് സംസാരിക്കാൻ കൺഫ്യൂഷൻസ് ഇല്ലാണ്ടാവുന്നതിനെ കൊണ്ടാണ് നമുക്കത് പ്രോപ്പറായിട്ട് അവർക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാത്തിലും ഒരു സെർച്ച് ബിഹേവിയർ നിങ്ങളെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അതായത് എന്തൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, എന്തൊരു പുതിയ സാധനം കണ്ടുകഴിഞ്ഞാലോ അതെന്താണെന്നുള്ള എപ്പോഴും ക്യൂരിയസ് ആയിട്ട് അതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോ സാധനങ്ങളും പുതിയത് പഠിക്കും. എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഓരോ ദിവസം ഇത് ഒരൊറ്റ കാര്യമെങ്കിൽ ഞാൻ പുതിയത് പഠിച്ചിട്ടുണ്ടാവും. കാരണം ഞാൻ ഓരോ ദിവസം എന്തെങ്കിലും പുതിയത് കാണുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ സെർച്ച് ചെയ്തിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതെല്ലാം എൻ്റെ ബ്രെയിനിൽ നിൽക്കണമെന്ന് ഒരിക്കലുമില്ല. പക്ഷേ അതിൽ എനിക്ക് ആവശ്യമുള്ള സമയത്ത് അത് പലതും എൻ്റെ തലയിലോട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനതൊക്കെ അപ്പോൾ എന്താണ് ഏതാണെന്നുള്ളത് ഇങ്ങനെ നോക്കുന്നതിനെ കൊണ്ടാകാം, ആ ഒരു ബിഹേവിയറിൻ്റെ ബിൽഡ് ചെയ്യുന്നതിനെ കൊണ്ടാണ്. സോ ഈ ഒരു ബിഹേവിയർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുതി ഉറപ്പിച്ചോ, യുവർ ഓൺ എ റൈറ്റ് ട്രാക്ക്. അതായത് നിങ്ങൾക്ക് ലൈഫിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് നിങ്ങളെ കൺഫ്യൂഷൻസ് കുറയ്ക്കാനും നിങ്ങളെ സ്റ്റക്ക് ഒഴിവാക്കാനൊക്കെ ഈ ഒരൊറ്റ ഹാബിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഭയങ്കര ഈസിയാണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ടെക്നോളജി കാര്യം ഡെവലപ്പ് ആയതിനെ കൊണ്ട് തന്നെ കുറേ തപ്പി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോണിൽ ChatGPTയോ അല്ലെങ്കിൽ ജെമിനിയോ അല്ലെങ്കിൽ ഒരുപാട് AIs ഇല്ല, മെറ്റയിലോ ഇവിടെ പോയിട്ട് എന്തെങ്കിലും സാധനം പെട്ടെന്ന് കാണും. നമ്മളിങ്ങനെ പോകണം, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പെട്ടെന്ന് പോകുമ്പോൾ ഒരു എന്തെങ്കിലും കാണുക, ഈ ഒരു സാധനം പെട്ടെന്ന് കണ്ട് ഇതിപ്പോൾ നമുക്കറിയാം എന്താ സാധനം എന്നുള്ളത്. ഇത് നമ്മൾ ഡിവൈസിന് കമ്പ്യൂട്ടറിന് മറ്റ് കണക്റ്റേഴ്സ് യൂസ് ചെയ്യണം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഇത് പുതിയതായിട്ട് കാണുന്ന ആളാണെങ്കിൽ എന്താ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനൊരു ഫോട്ടോ എടുത്തിട്ട് ChatGPT ഇട്ടിട്ട് വാട്ട് ഈസ് ദിസ്, ഇതിൻ്റെ യൂസ് എന്താണെന്ന് അടിച്ചു കൊടുത്താൽ കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് വരും.
അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് ഇതെന്താണെന്ന് കാണുന്ന സമയത്ത് ഇതെന്തെങ്കിലും സാധനം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഇത് കാണുമ്പോഴത്തേക്കും എന്തെങ്കിലും സാധനമൊക്കെയാണ് നെഗ്ലക്ട് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കാണുമ്പോൾ അന്നേക്ക് ഇത് നോക്കിയാൽ മതി എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഈ ഒരു ബിഹേവിയറാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്തുണ്ടാക്കേണ്ടത്. എന്തൊരു സാധനം പുതിയ കാണുമ്പോഴായാലും അതെന്താണെന്നുള്ളതും അതിൻ്റെ യൂസേജ് എന്താണെന്നുള്ളതും കണ്ടെത്തുക, മനസ്സിലാക്കുക, പഠിക്കുക. ഈ ഒരു ബിഹേവിയർ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു ബിഹേവിയർ, ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റായിട്ട് അറിയിക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴത്തുണ്ടാക്കുക, ആ ലൈക്ക് ബട്ടൺ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.